ഇൻ മൈ ലൈഫ് ആട്ടോ. ഞാൻ വീട്ടിലുള്ള ദിവസം ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് എണീറ്റ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുന്ന ഒരു റിലാക്സ് ആയിട്ടുള്ള ദിവസം ആട്ടോ ഇന്നത്തേത്. രാവിലെ അമ്മ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. ഇന്ന് ദോശയാട്ടോ. അപ്പം ഞാനൊരു കുട്ടി ദോശ ചുട്ടു. എനിക്കിത് വേണ്ടിയല്ല കേട്ടോ, ഇത് വേറൊരാൾക്ക് വേണ്ടിയാണ്. ഇവിടെ ദോശയൊക്കെ കഴിക്കുന്ന വേറൊരാളും കൂടെ ഉണ്ട്. ഈ കിടക്കുന്ന ആളാട്ടോ. ആൾക്ക് ഫിഷ് ഫുഡിനേക്കാൾ ഇഷ്ടം നമ്മൾ കഴിക്കുന്ന ചോറും അപ്പവും ദോശയൊക്കെ കേട്ടോ. അരിയാഹാരത്തോടാണ് കൂടുതൽ താല്പര്യം. അത് എത്ര വേണേലും കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം ഇയാളുടെ. നമുക്കിന്ന് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിടുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന് വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ അടുത്ത വരവിന് വരെ ഉള്ള വീഡിയോസ് ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 10 എണ്ണമെങ്കിലും മിനിമം ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ വരുമ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നെയിൽ പോളിഷ് ഒന്ന് ചേഞ്ച് ചെയ്താലും വിചാരിച്ച്. കുറേ നാളായി ഇത് തന്നെ കിടക്കുന്നു. എനിക്കാണ് കളർ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പം അത് മാറ്റി വേറൊന്ന് ഇടാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 12 മണിയാകാറായിട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തണുത്ത് കഴിക്കാമെന്ന്. അങ്ങനെ ഫ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് വെച്ച് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ ഇതിനൊരു പേര് കിട്ടുമോ, ഫ്രൂട്ട് സലാഡ്. ശരിക്കും ഇത് ഒറിജിനൽ ഫ്രൂട്ട് സലാഡായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കയ്യിലുള്ളതൊക്കെ അങ്ങ് അരിഞ്ഞു കൂട്ടി അതിനകത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിടുക. ഇപ്പോൾ ഫ്രഷ് ക്രീമാണ് അത്, അല്ലെങ്കിൽ മിഠായി മേറ്റാണെങ്കിൽ അത്, എന്താണോ ഉള്ളത് അത്. ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് പാലൊന്ന് തിളപ്പിച്ച് അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഇതിനുള്ളിലിട്ട് കൊടുത്താലും നല്ലതാട്ടോ. ഞാനിവിടെ മിഠായി മേറ്റ ഒഴിക്കുന്നത്. കഴിക്കാനുള്ള സെറ്റാക്കി. ഇനി നമുക്ക് കുടിക്കാനും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ക്വാഷ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അതൊന്ന് ഫ്രിഡ്ജിനകത്ത് തണുപ്പിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒരു ബുക്കൊക്കെ വായിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ എടുത്ത് കഴിച്ച് കുറച്ച് നേരം ഒന്ന് പാട്ടൊക്കെ കേട്ടിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു പാഴ്സലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചോറുണ്ണാൻ പോയി. അപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് അടുത്ത പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ഐറ്റംസ് കുറച്ച് പെയിൻറ്റ് ചെയ്യാനും പിന്നെ കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിരുന്ന് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റെഡി ആവണം. തൊട്ടടുത്ത് തന്നെയാട്ടോ, ഒത്തിരി ദൂരമൊന്നും ഇല്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അപ്പം ആ കൂടെ തന്നെ അമ്മയ്ക്കാണ് ഒരു കേക്കിൻ്റെ ഓർഡർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ.
ചായക്കായിട്ട് ഈ ഒരു പാസ്ത ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഉണ്ടാക്കി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണി ആകാറായി. എന്നാൽ പിന്നെ കുളിച്ചേക്കാന്ന് വിചാരിച്ചു. ഈ ഒരു എണ്ണ ഞാൻ തന്നെ കാച്ചിയതാണ് കേട്ടോ. നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്ന ടൈമിലാവുന്ന കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ഹെയർ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്തതാണ്. അപ്പോൾ ആ ടൈമിൽ ഉണ്ടാക്കിയതാണ്. എന്തായാലും യൂസ്ഫുള്ളായി കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷാമ്പു ആണ്. എൻ്റെ ഹെയർ ഫാളിൻ്റെ ഒരു 80% കാരണക്കാരൻ ഡാൻഡ്രഫ് ആയിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഈ ഷാമ്പു എനിക്ക് നല്ലപോലെ ഹെൽപ്പായി കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു റോസ്മേരി വാട്ടർ കൂടി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യും. കൂടെ നമ്മൾ ഈ സിറം കൂടി ഒന്ന് അപ്ലൈ ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ മുടി നാച്ചുറലായിട്ട് ഉണങ്ങാൻ വേണ്ടി വിടുക. ഞാൻ അങ്ങനെ ഹീറ്ററൊന്നും യൂസ് ചെയ്യാറില്ല, കാരണം മുടി നാച്ചുറലി തന്നെ ഉണങ്ങുന്നതാണ് എനിക്കും ഇഷ്ടം, മുടിക്കും ഇഷ്ടം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയറിന് പറയാനൊന്നുമില്ല. ഞാൻ ആകെ കൂടെ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ ഒരു സിറം അപ്ലൈ ചെയ്യും. കൂടെ അതിൻ്റെ കൂടെ ഈ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യും കേട്ടോ. പിന്നെ ലിപ്പിന് വേണ്ടി ഞാൻ ഈ ഒരു വാസലിൻ്റെ ലിപ്പ് ബാമും കൂടെ തൂക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നേരെ ഉറങ്ങാൻ പോവാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുട്ടി വിശേഷങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.